Hello guys, welcome to Adu's World. ഇങ്ങനൊരു ഇൻട്രോ ഞാൻ ചെയ്ത് ഇപ്പോൾ കുറേ ആയി. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. എനിക്കും സുഖമാണ്, ഇങ്ങനെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ Q&A വീഡിയോ ആണ്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അതുപോലെ എനിക്ക് ഒരുപാട് മെസ്സേജസും കമൻസും വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. ആകെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ചെയ്തത് ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. അത് ഞാൻ എന്തൊക്കെയും വിളിച്ച് പറയണ്ട ഇരിക്കുമ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തു. ആ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും അല്ലേ. കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിലൂടെ ഒക്കെ ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ടായാലും കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു 2-3 ദിവസം മുമ്പ് സ്റ്റോറി ഇട്ടിരുന്നു. ആസ്മി ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഞാനന്ന് റിപ്ലൈ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഈ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോഴേക്കും അത് ഒരുപാട് മെസ്സേജസ് വന്നു. എന്താ വീഡിയോ വരാത്ത ചോദിച്ചിട്ട് കുറച്ച് പേരെങ്കിലും അത് ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ തരുന്നതായിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വായിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ സുഖമാണോ ആദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആദിത്യ. ഞാൻ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പേഴ്സണലി റിപ്ലൈ കൊടുത്തിരുന്നു. എനിക്ക് സുഖമാണല്ലോ. അവിടെ സുഖമാണോ എല്ലാവർക്കും? ഞാൻ കാണാറുണ്ട് എൻ്റെ യൂട്യൂബിൽ ഇടുന്ന കമൻസ് ഒക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആഷ്ലി. തൻ്റെ മൂവി ഷൂട്ടൊക്കെ എന്തായി? ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അതറിയാം, പക്ഷെ അതിലേക്ക് കൂടുതൽ പേർക്ക് അത് അറിയില്ല. ഞാൻ കാരണം സ്റ്റോറി ഇട്ടിരുന്നു, അപ്പം അങ്ങനെ കുറേ പേർക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ ഞാനൊരു അപ്ഡേഷൻ തന്നിട്ടില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ മൂവി ഷൂട്ട് ഫുൾ കഴിഞ്ഞു. തമിഴ് മൂവി ആയിരുന്നു. ഞാൻ ചെന്നൈയിലായിരുന്നു. അതിനെ ബേസ് ചെയ്ത് 2 മന്ത് അവിടെ ആയിരുന്നു. തമിഴൊക്കെ നല്ലോണം പഠിച്ചു. നല്ല രസമായിരുന്നു. അതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്. എഡിറ്റിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിലീസൊക്കെ ഒരു അറൗണ്ട് ഏപ്രിലൊക്കെ ആയിട്ടാവും റിലീസ് ഉണ്ടാവുക. ഞാൻ ഇപ്പം എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ തരാം. ഓക്കെ, അടുത്തത് തന്നെ ഈ ഒരു ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടതിൽ പകുതി മുക്കാലും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അപ്പോൾ സിംഗിൾ ഓർ കമ്മിറ്റഡ്? എല്ലാവരുടെയും വിചാരം ഞാൻ സിംഗിൾ ആണെന്നാണ്. അത് കറക്റ്റാണ്, ഞാൻ സിംഗിൾ ആണ്. യെസ് ഗൈസ്, എന്തായാലും നിങ്ങൾക്കത് ആദ്യം തന്നെ ചോദിച്ച കാരണം കൊണ്ട് റിപ്ലൈ കിട്ടിയല്ലോ. അയ്യോ, ഉറക്കം വരുന്നു. രാത്രി 11:45 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ബി ഹാപ്പി. യെസ്, ഓൾവേസ് ലവ് യു. അത് പാലക്കാട് എവിടെയാണ് നിങ്ങൾ? പാലക്കാട് ഞാൻ പട്ടാമ്പിയാണ്. എല്ലാവർക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് ഞങ്ങൾക്ക് ടൗണൊക്കെ നല്ല അകലെയാണ്. ഞങ്ങൾ ബോർഡറിലായിട്ടാണ്. എനിക്ക് തൃശ്ശൂർ അടുത്താണ്. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറല്ലേ പഠിക്കുന്നേ? ഇത് ശരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞെട്ടി. കാരണം ഞാൻ എൻ്റെ കോളേജോ കോഴ്സ് എടുത്തിരിക്കുന്നതെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ഇതെല്ലാവരും അറിയുന്നു? എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. യെസ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് കോളേജിനെ പറ്റി പറയാം അല്ലേ. ഞാൻ പഠിക്കുന്ന കോളേജ് ശ്രീ കേരളവർമ്മ കോളേജാണ്, തൃശ്ശൂരാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുത്തിരിക്കുന്നത്. നല്ല കോളേജാണ്, അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. കുട്ടികളൊക്കെ നൈസാണ്. ഫ്രണ്ട്സൊക്കെ ഒരുപാടായിട്ടോ. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കൂടെ ഒരാളുണ്ട്, ഹുസ്ന. ഫസ്റ്റ് സെം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. വർഷങ്ങളായി ഒരുപാട് മെസ്സേജ് അയച്ചു, ഒരു റിപ്ലൈ പോലും തന്നില്ല. സനൽ NAA. ഞാൻ ഈ ഇത് കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ്. കാരണം ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഇങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ കണ്ടല്ലോ, അപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് റിക്വസ്റ്റ് മെസ്സേജ് ലോഡ് ആവുന്നില്ല. എനിക്ക് എന്തോ ഒരു ജാമായിട്ടുള്ള പോലെയാണ്. എനിക്ക് ന്യൂ ആയിട്ട് ആരയച്ചാലും ഇതൊന്നും കിട്ടുന്നില്ല.
ആ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഞാൻ കാണാത്തത് മെസ്സേജസ്. വിച്ച് പ്ലേസ് യു ലൈക്ക്ഡ് ഇൻ തമിഴ്നാട്? അത് പാലാസമുദ്രം. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എൻ്റെ ഷൂട്ട് അവിടെയായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായി ആ ഒരു പ്ലേസ്. ഭയങ്കര നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഷൂട്ട് വെച്ചെന്ന് തോന്നുന്നത്. അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. കുറച്ച് വെയിലിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പിന്നെ തമിഴ്നാട്ടിൽ നല്ല വെയിലായിരുന്നു. പക്ഷെ അതുപോലെ ബാലാജി കണ്ട്രിക, ആർക്കേപ്പേട്ട്, ഷോലിംഗൂർ ഇതൊക്കെ എനിക്ക് അറിയുന്ന കുറച്ച് പ്ലേസാണ്. ചെന്നൈ 2 ദിവസം ഞാൻ ഫുൾ കറങ്ങി. നൈസായിരുന്നു. അവിടെ മറ്റേ ഈ സൂലു പോയി, അതുപോലെ മാളിൽ പോയി. നമ്മുടെ ഏതാണ് VR മാളോ? യെസ്, VR മാൾ. അവിടെ പോയി. നൈസായിരുന്നു. അതൊക്കെ ചെന്നൈ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും പോകേണ്ട ഒരു പ്ലേസാണ്. അടിപൊളിയാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ചോദിച്ച് യൂട്യൂബിൽ റിപ്ലൈ തന്നാൽ ആര് ചോദിക്കാനാ? പക്ഷെ ഒരു ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ ചെയ്തത്. പിന്നെ വേറൊരു ഐഡിയ എനിക്ക് തോന്നിയില്ല. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലി മേടിച്ച് തന്നാ തിരിച്ച് ഫോളോ ചെയ്യോ ചോദിക്കാൻ പറഞ്ഞു. ഡയറി മിൽക്ക് സിൽക്ക് ബബിളി ഒക്കെ മേടിച്ച് തന്നാൽ എങ്ങനെ ഞാൻ ഫോളോ ചെയ്യാം. ഹേ അതു, ഹായ്. വൈ യു സോ സുന്ദരി? ശരിക്കും സോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത സന്തോഷമാണ്. യുവർ ഏജ് 17. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സോഷ്യലാണോ? എൻ്റെ ചേട്ടാ, എനിക്ക് അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവില്ല. കുറച്ച് ഫ്രീ മൈൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അതിന് നല്ല. അപ്പം വീണ്ടും ഇവിടെ വന്നിട്ട് സ്റ്റഡീസിനെ കുറിച്ചൊന്നും ചോദിക്കില്ലേ പ്ലീസ്? ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു റിപ്ലൈ തരണം അതിന്. ഇതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയാൽ മതി. കൈൻഡ്ലി മേക്ക് എ റീൽസ് ലൈക്ക് യുവർ ഓൾഡ് വീഡിയോസ് ഫ്രം കന്യാകുമാരി. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോസിനെ പോലെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പഴയ പോലെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് ആ കാലത്ത് ചെയ്ത അത് വർക്കായിരുന്നു. പക്ഷെ അതുപോലെ ഇപ്പം ചെയ്താൽ നിങ്ങൾക്ക് ആ രസം തോന്നിക്കില്ല. വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കുറച്ച് നല്ല സോങ്സ് ചെയ്തിരുന്നു, ലിപ്സിങ്ക്. അത് ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല കുറച്ച് ലിപ്സിങ്ക് സോങ്സ് അതുപോലെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ ഓൾഡ് വീഡിയോസിൻ്റെ പോലെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എന്നെ പറയും ഇനി എത്ര നല്ല വീഡിയോ ചെയ്താലും അതുപോലെ ആവില്ല. ഇന്നെല്ലാം ട്രൈ ചെയ്യാം അതുപോലെ ആവാൻ. സേ വൺ വേർഡ് ഫോർ യുവർ ഫോളോവേഴ്സ്. ഞാൻ എന്താ പറയുക? ഓൾവേസ് ലവ് യു സോ മച്ച്. ഫേവറേറ്റ് മൂവി ചോദിക്കല്ലേ? ഒരുപാടുണ്ട്, ഒരെണ്ണം പറയാനൊന്നും പറ്റില്ല. 2K26 എന്തെങ്കിലും അപ്ഡേഷൻസ് ഉദ്ദേശിക്കുന്നുണ്ടോന്നാണ് ലൈഫിൽ? ഞാൻ 2K26 പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചാലൊന്നും നടക്കത്തൊന്നുമില്ല. പ്ലാനിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് മൂവ് വിത്ത് ദി ഫ്ലോ. റീസൺ ഫോർ പോസ്റ്റിംഗ് വീഡിയോ ഓൺ ഇൻസ്റ്റഗ്രാം. ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. എനിക്ക് റീൽസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ. ഒരു കാവി ലോല സോങ് വെച്ച് റീൽസ് എടുക്കുമോ പ്ലീസ്? ഓക്കെ, അത് ഞാൻ എടുക്കാം. ദെൻ ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഹൗ യു മാനേജ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ആൻഡ് സ്റ്റഡീസ്? ഭയങ്കര ഒരു ആൻസൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എനിക്ക് 3 കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. അതായത് സ്റ്റഡി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഫോക്കസ് ചെയ്യും. എക്സാം ടൈമൊക്കെ ആണെങ്കിൽ സ്റ്റഡി മാത്രമാണ്. പക്ഷെ ഞാൻ എക്സാം ടൈമിൽ മാത്രം ഇരുന്ന് പഠിച്ചാൽ കിട്ടുന്നൊരു കുട്ടിയല്ല ഞാൻ.
അത്രയും ഒരു ബുദ്ധി എനിക്കില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പാസ്സായിട്ട് പോകുന്നുള്ളൂ ഇപ്പോൾ. ഒക്കെ അവസ്ഥ യൂട്യൂബ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും, ഒരു മൂഡ് വന്നാൽ എല്ലാവരും ചോദിക്കുമ്പോഴൊക്കെ ഒരു ചാർജായ ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് യൂട്യൂബത്തെ കാര്യം. ഡാൻസ് റീൽസ് എടുക്കുവോ, എഡിറ്റ് ചെയ്യാനാ, എടുത്ത് DM അയച്ചാലും മതി പ്ലീസ്. എനിക്ക് അങ്ങനെ ഒരാളില്ല, അനന്തുമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ പഠിപ്പിച്ചു തരുമോ എഡിറ്റ് ചെയ്യാൻ? എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല സീരിയസ്ലി. എനിക്ക് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുക്കാനാണെങ്കിലും ആരുടെ കൊടുക്കാനാണ്. എൻ്റെ റീൽസ് കണ്ടിട്ട് ഭയങ്കര പരിതാപകരമാണ് എൻ്റെ റീൽസ് വീഡിയോസ് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എഡിറ്റിംഗ് ആപ്പ് ഏതാ യൂസ് ചെയ്യുന്നത്? ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് CapCut. നല്ല ആപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ പഠിച്ചു വരുന്നു. കുറച്ചൊക്കെ എൻ്റെ എഡിറ്റ് മെച്ചപ്പെടുന്നില്ലേ, അതാണ് ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നല്ലോ. അപ്പോൾ അങ്ങനെ ദിവസം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇങ്ങനെ സ്കില്ല് കൂടി വരുന്നു എഡിറ്റ് ചെയ്യുന്നതിൻ്റെ. ഞാനതൊരു എഡിറ്റർ ആകും, നോക്കിക്കോ ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വന്നു ഇപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു പാവക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഞാൻ പറയട്ടെ, ഇതെനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഒരു ചേട്ടൻ, അശ്വൻ, തമിഴ്നാട്ടിലാണ്. ചോക്ലേറ്റ്സ് ഇതുപോലെ. ഇത് കോളേജ് വ്ളോഗ് ഇട്ടൂടെ? ഒരു നല്ല ക്വസ്റ്റ്യനാണ്. കോളേജ് വ്ളോഗ് ഇടണം. യെസ്, ഞാനിങ്ങനെ ഞാൻ കുറേ പേര് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരാളുണ്ട് എൻ്റെ കൂടെ. സർപ്രൈസാണ്. ഞാൻ അവളെ വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ പറയാം ഇതാണ് ആ ഒരാൾ. ഒരു ദിവസം വീഡിയോ ആയിട്ട് വരാം. നമുക്ക് ക്ലാസ്സിലുള്ളപ്പോൾ കുറച്ച് ടഫാണ്, പക്ഷെ എങ്കിലും എനിക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഗൈസ്. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമോ എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ഫോണിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്താലല്ലേ ഗെറ്റ് റെഡി വിത്ത് മീ നടക്കൂ. എനിക്ക് ഫോൺ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഞാൻ ആദ്യം പഠിക്കട്ടെ. റിംഗ് ലൈറ്റ് അപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ സ്റ്റാൻഡിൻ്റെ മേലെ ഫോൺ വെച്ചിട്ട് കണ്ണട നോക്കിയാൽ മേക്കപ്പ് ചെയ്താൽ സെയിം വ്യൂ കിട്ടുള്ളൂ. കുറച്ചൊക്കെ അറിയാം. അത് വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ ഈ അടുത്ത് തന്നെ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, കാരണം ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ തന്നെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് നമ്മളെ ഗേൾസൊക്കെ ഭയങ്കര മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് പിമ്പിൾസ് വരും കേട്ടോ. വൈ യു ആർ സോ ബ്യൂട്ടിഫുൾ? ഐ ഡോണ്ട് നോ. ശരിക്കും അത് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സ്കിൻ കെയർ പറഞ്ഞു തരുമോ? ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല. ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത് എപ്പോഴാണെന്നറിയോ? ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായല്ലോ, അപ്പോൾ ഞാൻ നല്ല ടാൻ അടിച്ചിട്ടാണ് വന്നിരുന്നത്. എന്നെയും എൻ്റെ കൂടെ അച്ഛനും ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്, അഞ്ചേച്ചിയായിരുന്നു. ഞാനും അഞ്ചേച്ചിയും കണ്ട പോലും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്കും ടാൻ അടിച്ചിരുന്നു. അപ്പോൾ ഞാൻ സ്കിൻ കെയർ നല്ല ചെയ്തിരുന്നു. ഡെയിലി ഞാൻ നമ്മുടെ മോര്, അതിലേക്ക് കോഫി പൗഡർ, അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ആ ഒരു സംഭവം ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. അത് കുറച്ച് ദിവസം ഡെയിലി കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് നമ്മുടെ ടാൻ റിമൂവ് ആവും. അത് ഞാൻ ടാൻ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ക്രീംസ് എന്ന് വെച്ചാൽ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലുക്കിംഗ് സോ പ്രിറ്റി, താങ്ക് യു. യുവർ മൊബൈൽ നമ്പർ തരുമോ? ഈയുടെ മോനെ ഞാൻ തരത്തില്ല കേട്ടോ. ഹായ് അതു, എനിക്ക് ഇയാളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കുക, കാണാൻ പറ്റുമോ? കാണാൻ അറിയില്ലല്ലോ, കണ്ടാൽ എനിക്ക് ഫോട്ടോ എടുക്കാം എന്തായാലും. സോറി ടു സേ കമ്മിറ്റഡ് ആണോ? അതിനിപ്പോൾ നിങ്ങൾ സോറി പറയുന്നതിന് മെൻസ്ട്രുവൽ കപ്പാണോ യൂസ് ചെയ്യുന്നത്? മെൻസ്ട്രുവൽ കപ്പല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രുവൽ കപ്പ് ഗുഡാണ് കേട്ടോ, കാരണം എല്ലാവരും ഡോക്ടേഴ്സ് വരെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മെൻസ്ട്രുവൽ കപ്പാണ്. പക്ഷേ ഞാനതല്ല. ചിത്രം സിനിമയിലെ കല്യാണിയെ പോലെ ഡ്രസ് ചെയ്തൊരു വീഡിയോ എടുക്കുമോ പ്ലീസ് അനന്തു? വീണ്ടും അനന്തു, നീ പഴയ സോങ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞ വെറുതെ അല്ല, എടുക്കാല്ലേ? ഓക്കെ ഡൺ. ഓക്കെ, സ്കിൻ കെയർ ടിപ്സ് ഒന്ന് പറഞ്ഞു തരുമോ? അതുപോലെ ഹെയർ കെയർ ടിപ്സും.
പിന്നെ ഹെയർ കെയർ ടിപ്സ്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് എണ്ണ തേക്കാറുള്ളൂ. അതുപോലെ പിന്നെ എനിക്ക് മുടിയിൽ ഓയിലുള്ളതും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം മാത്രം ഓയിൽ തേക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് നാച്ചുറൽ ഷാമ്പൂ ആണ് നല്ലത്. നമ്മുടെ ഈ ചെമ്പരത്താളി നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുണ്ടാവുന്ന ഷാമ്പൂ ആണ് നല്ലത്. അത് തേച്ച് കഴുകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകുക. കണ്ടീഷണർ ഇടുക. കണ്ടീഷണർ ഇട്ടില്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര ഫ്രിസി ഹെയർ ആവും. അപ്പോൾ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറെ എപ്പോഴും നമ്മൾ മുടി കെട്ട് കളയുക, മീൻസ് ജട ഉണ്ടാവാൻ പാടില്ല മുടിയിൽ. എപ്പോഴും മുടി ചെയ്യുന്നത് കേട്ടോ, അത് ഞാൻ ചെയ്യാറുണ്ട്. ഡു യു ഹാവ് എനി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? കമ്മിറ്റഡ് ആണോ ഇതന്നെയാണ് കൂടുതലും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് ആദ്യം തന്നെ റിപ്ലൈ ചെയ്യുന്നത്. അതുസി നിന്നെ കാണാൻ കാവ്യ മാധവന്റെ ഒരു കട്ടുണ്ട്. ഹേ, എന്നെ കളിയാക്കരുത്, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കാവ്യ മാധവന് നമ്മളൊന്നും കേരള പൊണ്ണുങ്ക ഏൻ ഇവളോ അഴകർക്ക്. ഇത് നമ്മുടെ വിജയം ഗൈസ്. അമ്പോ. ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ കുറേ റീൽ സജഷൻസ് ഉണ്ട്, ഇനിയും കുറച്ചുണ്ട്. എന്നാലും ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ചെറുതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സായെന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ എനിക്ക് ഇനി ഇത്ര ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് മിനിറ്റ് ആയിരിക്കണം. ഇത് 1 hour ഉണ്ടോന്ന് എൻ്റെ ഡൗട്ട്. അപ്പോൾ ഇനി പറ്റത്തില്ലല്ലോ. അപ്പം ഇത്രയൊക്കെയാണ്. എന്തായാലും ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. 2026 അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.